ഇത് പറയുമ്പോൾ ആദ്യം തന്നെ ഒരു അപേക്ഷയാണ്, വീട്ടിലുള്ള ഭർത്താക്കന്മാരും എന്നെ വന്ന് തല്ലരുത്. ഓക്കെ, നമ്മൾ ഉള്ളിൽ കഴിക്കുന്നത്ര എന്തായാലും പുറത്ത് ദോഷം ഉണ്ടാവില്ല. അപ്പോൾ ഹെയർ എന്ന് പറയുമ്പോൾ നമ്മൾ ഹെയറിന് നെല്ലിക്ക മാത്രമല്ല, ഇപ്പം ഞാൻ പറഞ്ഞ എല്ലാ ടിപ്സും താരൻ മാറ്റാൻ വേണ്ടിയിട്ട് ബെസ്റ്റാണ്. ഹായ് ഹലോ, ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നമ്മുടെ ഹോം മെയ്ഡ് ഹെയർ കണ്ടീഷണറെ പറ്റിയിട്ടുള്ള കുറച്ച് ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കാര്യങ്ങൾ ഷെയർ ചെയ്യാനാണ് കേട്ടോ. അതും നിങ്ങളിൽ പലരും അറിഞ്ഞിട്ടില്ലാത്ത കുറച്ച് ഐഡിയാസിനെ പറ്റി ഷെയർ ചെയ്യാനാണ്. നമുക്കറിയാം, നമ്മൾ കുറേ ഹോം മെയ്ഡ് കണ്ടീഷണേഴ്സ് ചെയ്യാറുണ്ട് വീട്ടിൽ നിന്ന് തന്നെ. അപ്പോൾ അതിൽ കുറച്ച് വെറൈറ്റി ആയിട്ടുള്ള 5 ടിപ്സ് ഷെയർ ചെയ്യാനാണ് ഞാൻ വന്നിട്ടുള്ളത്. അപ്പോൾ വീഡിയോ മുഴുവൻ സ്കിപ്പ് ചെയ്യാതെ തന്നെ കാണുക. കാരണം ഞാൻ ഇന്ന് പറയുന്ന 5 ടിപ്സും കുറച്ച് വെറൈറ്റീസ് ആണ്. അതിൽ നിങ്ങൾക്ക് പലർക്കും ഇതിനെപ്പറ്റി അറിയുന്നുണ്ടാവും, അറിയാത്തവരുണ്ടാവും. വീഡിയോ മുഴുവൻ സ്കിപ്പ് ചെയ്യാതെ കാണാൻ നോക്കാം. ഓക്കെ, അപ്പം നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. ടിപ്പ് ഒന്നാമതെന്ന് പറയുന്നത്, വീട്ടില് കുടിയന്മാരായ ഭർത്താക്കന്മാരുള്ള ഭാര്യമാർക്ക് വേണ്ടിയിട്ടുള്ള ടിപ്സാണ് കേട്ടോ. തമാശയാക്കിയതാണേ. ഇത് പറയുമ്പോൾ ആദ്യം തന്നെ ഒരു അപേക്ഷയാണ്, വീട്ടിലുള്ള ഭർത്താക്കന്മാരും എന്നെ വന്ന് തല്ലരുത്. അപ്പോൾ വേറൊന്നുമല്ല, 1 കപ്പ് വെള്ളത്തിൽ 1/2 കപ്പ് ബിയർ, ആൽക്കഹോളാണ്. അപ്പോൾ 1/2 കപ്പ് ബിയർ ചേർത്ത് ആ വെള്ളം ഡയലൂട്ട് ചെയ്യാം. എന്നിട്ട് ആ വെള്ളത്തിൽ നമ്മുടെ ഹെയർ കഴുകുക. ഓക്കെ, ഇതൊരു ബെസ്റ്റ് ടിപ്പാണ് കേട്ടോ. ആൽക്കഹോളാണെന്ന് വിചാരിച്ചിട്ട് പേടിക്കാനൊന്നുമില്ല. നമ്മുടെ ആൽക്കഹോള് ഒരുവിധം എല്ലാം ഹെയറിന് കണ്ടീഷണറായിട്ട് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് നല്ലതാണ്. ഇപ്പോൾ നമ്മൾ യൂസ് ചെയ്യുന്ന കണ്ടീഷണർ, വാങ്ങുന്ന കണ്ടീഷണറൊക്കെ കെമിക്കൽസ് തന്നെയാണ്. ഇങ്ങനെയുള്ള ഒരുപാട് ആൽക്കഹോൾ കാര്യങ്ങളൊക്കെ അടങ്ങിയ തന്നെയാണ് ഒരുവിധം പല കണ്ടീഷണേഴ്സ്. അപ്പോൾ നമ്മളിത് അറിയുന്നില്ല. പെട്ടെന്ന് നമ്മൾ ഈ ഹോം മെയ്ഡ് കണ്ടീഷണറെ പറ്റി പറയുമ്പോൾ ബിയർ എന്നൊക്കെ കേൾക്കുമ്പോൾ നമ്മൾ വിചാരിക്കും, അയ്യോ ഇത് നമുക്ക് ഹെയറിനകത്ത് ദോഷമല്ലേ എന്നൊക്കെ വിചാരിക്കും. നമ്മൾ ഉള്ളിൽ കഴിക്കുന്നത്ര എന്തായാലും പുറത്ത് ദോഷം ഉണ്ടാവില്ല. അപ്പോൾ ഹെയർ എന്ന് പറയുമ്പോൾ നമ്മൾ ഹെയറിന് ഉള്ളിലല്ല കൊടുക്കുന്നത്, നമ്മുടെ ഹെയറിന് ഈ ഒരു പോർഷൻ വെച്ചിട്ട് താഴോട്ടാണ് നമ്മൾ കണ്ടീഷണർ എപ്പോഴും അപ്ലൈ ചെയ്യുന്നത്. നമുക്കറിയാലോ, ഷാമ്പു പോലെയല്ല നമ്മൾ കണ്ടീഷണർ അപ്ലൈ ചെയ്യുന്നത്. അപ്പോൾ ഒന്നാമത്തെ ടിപ്പ് എന്ന് പറയുന്നത് ബിയർ യൂസ് ചെയ്തിട്ടാണ്. ഓക്കെ, രണ്ടാമത്തെ ടിപ്പ് എന്താണെന്ന് വെച്ചാൽ, നമ്മൾ ഷാമ്പു യൂസ് ചെയ്ത് മുടി കഴുകിയ ശേഷം 1 കപ്പ് വെള്ളത്തിൽ 1 മുറി നാരങ്ങ പിഴിഞ്ഞ് അതിൻ്റെ കൂടെ 2 സ്പൂൺ വിനാഗിരി ചേർക്കാം. എന്നിട്ട് ഈ വെള്ളം യൂസ് ചെയ്തിട്ട് തലമുടി കഴുകാം. ഇതും ഒരു നല്ല കണ്ടീഷണറാണ്. അതുമാത്രമല്ല, ഇങ്ങനെ ചെയ്താൽ നമ്മുടെ ഹെയർ നല്ല തിളക്കം കിട്ടുന്നതാണ് പറയുന്നത്. ഇനി മൂന്നാമത്തെ ടിപ്പ് എന്താണെന്ന് വെച്ചാൽ, 2 സ്പൂൺ പെരുംജീരകം 1 ലിറ്റർ വെള്ളത്തിൽ ഇട്ട് തിളപ്പിക്കുക. എന്നിട്ട് വെള്ളം ചൂടാറാൻ വെക്കുക. നല്ല ചൂടിലൊരിക്കലും മുടി കഴുകരുത്, ഇളം ചൂടിലാണ് മുടി കഴുകുക. അപ്പോൾ കുറച്ച് ചൂടാറിയ ശേഷം ഇളം ചൂടുവെള്ളത്തിൽ തലമുടി കഴുകുക. ഇതുകൊണ്ട് നിങ്ങൾക്ക് വെറും കണ്ടീഷനിങ് മാത്രമല്ല നടക്കുന്നത്, നമ്മുടെ ഹെയറിന് നല്ല ഹെൽത്തിയാണ്. ഓക്കെ, പെരുംജീരകം എന്നൊക്കെ പറയുന്നത് ഒരുപാട് ഹെൽത്ത് ഗുണമുള്ള സാധനമാണ്. അപ്പോൾ അത് നമ്മുടെ ഹെയറിനും അത്യാവശ്യം നല്ലതായിരിക്കും. തലയോട്ടിയിലൊക്കെ പെരുംജീരകമൊക്കെ യൂസ് ചെയ്യുന്നതുകൊണ്ട് വലിയ കുഴപ്പമൊന്നും ഉണ്ടാവില്ല. ഹെയറിന് നല്ലതാണ്, ഹെയർ നല്ല ഹെൽത്തി ആയിട്ടിരിക്കും. മറ്റു രണ്ടും ട്രൈ ചെയ്യുന്നില്ലെങ്കിലും കുഴപ്പമില്ല, ഇത് നിങ്ങൾക്ക് ധൈര്യമായിട്ടും ട്രൈ ചെയ്യാം. ഓക്കെ, അപ്പം 4ാമത്തെ ടിപ്പിലേക്ക് കിടക്കാം. ഇതും നിങ്ങൾക്ക് ഒരു ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു ടിപ്പാണ്. 1 ഗ്ലാസ് റമ്മിൽ 2 മുട്ട പതപ്പിച്ച് തലയിൽ തേക്കുക. ഓക്കെ, 1 ഗ്ലാസ് റമ്മിൽ 2 മുട്ടയാണ് എടുക്കേണ്ടത്. അത് നന്നായിട്ട് പതപ്പിച്ചിട്ട് തലയിൽ തേക്കുക. അത് തേച്ചാൽ മാത്രം പോരാ, തലയിൽ തേച്ചിട്ട് പിടിപ്പിക്കണം. 20 മിനിറ്റിന് ശേഷം ചെറു ചൂടുവെള്ളത്തിൽ മുടി കഴുകുക. ശ്രദ്ധിക്കണം, ചെറു ചൂടുവെള്ളത്തിലാണ് മുടി കഴുകേണ്ടത്, അല്ലാതെ നമ്മൾ പൈപ്പിൽ വരുന്ന വാം വാട്ടർ സാധാരണയുള്ള വെള്ളത്തിലല്ല. ചൂടുവെള്ളം തന്നെ ഇതിനെ യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. 5ാമത്തെ ടിപ്പ്, ഇതും നല്ല നിങ്ങൾക്ക് ഹെൽത്തി ആയിട്ടുള്ള ഒരു ടിപ്പാണ്. നെല്ലിക്ക ഇട്ട് തിളപ്പിച്ച വെള്ളത്തിൽ നമ്മൾ മുടി കഴുകുന്നത് നമ്മുടെ മുടിയിലെ തിളക്കം കൂട്ടാനും അതുപോലെ ഹെയർ നല്ലൊരു കണ്ടീഷണറായിട്ട് നമുക്ക് നെല്ലിക്ക യൂസ് ചെയ്യാം. ഇത് യൂസ് ചെയ്യുന്നത് മൂലം നിങ്ങളുടെ മുടി നന്നായിട്ട് കറുക്കും, അതുപോലെ നല്ല തിളക്കം വെക്കുകയും ചെയ്യും. അതുമാത്രമല്ല, താരനുള്ളവർക്കാണെങ്കിൽ നെല്ലിക്ക തലയിൽ ബെസ്റ്റാണ്. അപ്പോൾ താരൻ മാറ്റാനും ഈ ഒരു നെല്ലിക്ക കൊണ്ട് ഹെൽപ്പ് ചെയ്യും. നെല്ലിക്ക മാത്രമല്ല, ഇപ്പം ഞാൻ പറഞ്ഞ എല്ലാ ടിപ്സും താരൻ മാറ്റാൻ വേണ്ടിയിട്ട് ബെസ്റ്റാണ്. സ്കിന്നിനായാലും ഹെൽത്തിനായാലും നല്ല എഫക്റ്റ് ഉള്ള ഒരു സാധനം തന്നെയാണ് നമ്മുടെ നെല്ലിക്ക. ഓക്കെ, അപ്പോൾ ഇതും നിങ്ങൾക്ക് ധൈര്യമായിട്ട് തന്നെ ട്രൈ ചെയ്യാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഗൈസ് വീഡിയോ. 5 ടിപ്സ് ഞാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് മസ്റ്റായിട്ടും ചെയ്തു നോക്കാവുന്ന ടിപ്സ് തന്നെയാണ് വിടുന്നത്. ഇത് എനിക്ക് കിട്ടിയ കുറച്ച് ബുക്സിൽ നിന്നൊക്കെ റെഫർ ചെയ്യുന്നതാണ് നിങ്ങൾക്ക് വേണ്ടിയിട്ട്. ഞാൻ റീഡ് ചെയ്ത കുറച്ച് ബുക്സിൽ നിന്ന് എനിക്ക് കിട്ടിയ ഒരു
കാര്യങ്ങളാണ്. നമുക്കറിയാം നമ്മൾ യൂസ് ചെയ്യുന്ന എല്ലാ കണ്ടീഷണറും കെമിക്കൽസ് തന്നെയാണ്. നമ്മളധികം ഹോം മെയ്ഡ് കണ്ടീഷണർ ഉണ്ടാക്കുന്നത് പലരും കുറവാണ് കേട്ടോ. ഞാൻ തന്നെ ഹെയർ ഹോം മെയ്ഡ് കണ്ടീഷണർ ഒന്നും ഉണ്ടാക്കാറില്ല. ഇതന്നെ എനിക്ക് തന്നെ പുതിയ വിവരമാണ്, പുതിയ അറിവാണ്. അപ്പോൾ നമ്മളെപ്പോഴും കെമിക്കൽ അടങ്ങിയ കണ്ടീഷണർ തന്നെയാണ്, ക്രീംസ് കാര്യങ്ങളല്ലേ നമ്മൾ അപ്ലൈ ചെയ്യുന്നത്. അത് മാത്രമല്ല നമ്മൾ ഒരു സലോണിൽ പോയിട്ട്, ബ്യൂട്ടി സലോണിലൊക്കെ പോയിട്ട് നമ്മൾ ഹെയർ ചെയ്യുമ്പോൾ ഹെയറിന് യൂസ് ചെയ്യുന്നതും സ്ട്രൈറ്റനിങ്ങിനായാലും കെരാറ്റിനൊക്കെ യൂസ് ചെയ്യുന്ന ക്രീമും കെമിക്കൽസ് തന്നെയാണ്. അപ്പം നമ്മൾ അതൊക്കെ കെമിക്കൽസ് തന്നെയാണ് യൂസ് ചെയ്യുന്നത്. ഈ ടിപ്സൊക്കെ നിങ്ങൾക്ക് കുറേ പേർക്ക് അറിയുന്നുണ്ടാവും, കുറച്ച് പേർക്ക് അറിയുന്നുണ്ടാവില്ല. എത്ര പേർക്ക് ഇത് അറിയുന്ന ഒന്ന് കമന്റ് ചെയ്യണം കേട്ടോ. അതുപോലെ തന്നെ ചിലർക്ക് ഇത് പുതിയൊരു അറിവായിരിക്കും. അപ്പം അങ്ങനെയുള്ളവരും ഒന്ന് കമന്റ് ചെയ്യണേ. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ യൂസ്ഫുൾ ആണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്യുക, അതുപോലെ തന്നെ ഷെയർ ചെയ്യുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ ബാക്കിയുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ പുതിയ വീഡിയോയുമായി കാണുന്നത് വരെ ടാറ്റാ.